സീറോ മലബാർ യൂത്ത് ഫെസ്റ്റിവലിന് പോർച്ചുഗലിലെ ലിസ്ബണിൽ വേദിയൊരുങ്ങി. ജൂലൈ 26 മുതൽ 31 വരെ നീളുന്ന സീറോ മലബാർ യുവജന സംഗമം ഇത്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് നടത്തപ്പെടുന്നത് എന്നതും ശ്രദ്ധേയം. ആഗോള സീറോ മലബാർ യുവതയെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന സീറോ മലബാർ യൂത്ത് ഫെസ്റ്റിവലിന് അതിഗംഭീരമായ തുടക്കമാണ് ലിസ്ബണിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ലോകമെങ്ങും നിന്ന് സീറോ മലബാർ യുവജനങ്ങൾ തങ്ങളുടെ വിശ്വാസവേരുകൾ ആഴത്തിലറിയാനും പരസ്പരം പങ്കുവയ്ക്കാനുമായി സമ്മേളിക്കുന്ന പ്രത്യേക സംഗമം ജൂലൈ 26 മുതൽ 31 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന സംഗമത്തിന് മുന്നോടിയായിട്ടാണ് സീറോ മലബാർ യൂത്ത് ഫെസ്റ്റിവൽ എന്നതും ശ്രദ്ധേയം. സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനത്തിന് എത്തിച്ചേരുമെന്ന് അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കർദിനാളിന്റെ പ്രതിനിധിയെ മെൽബൺ രൂപതയുടെ ബിഷപ്പ് എമരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടന ചടങ്ങിലും പ്രാരംഭ ദിവ്യബലിക്കും നേതൃത്വം നൽകും. ചിക്കാഗോ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട്, യൂറോപ്പിന്റെ സീറോ മലബാർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറപ്പണത്ത്, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ എന്നിവർ ശുശ്രൂഷകളിൽ സാന്നിധ്യമറിയിക്കും. അതേസമയം ഓഗസ്റ്റ് 1 മുതൽ 6 വരെ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന സമ്മേളനത്തിലും സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM-ൽ നിന്നും ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ ആത്മീയ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുമായി 16 പേർ ഡൽഹിയിൽ നിന്നും സമ്മേളന നഗരിയായ ലിസ്ബണിലേക്ക് യാത്ര തിരിച്ചു. മാർപ്പാപ്പ വിളിച്ചു ചേർത്ത ആഗോള യുവജന സമ്മേളനത്തിന് മുന്നോടിയായി പോർച്ചുഗലിലെ ഗ്രാമപ്രദേശമായ ബേജ രൂപതയിൽ നടക്കുന്ന യുവജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടിയായ ഡെയ്സ് ഇൻ ഡയസിസ് പരിപാടിയിലും സംഘം സംബന്ധിക്കുന്നുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമയും സന്ദർശിച്ചായിരിക്കും സംഘം ആഗോള യുവജന സമ്മേളനത്തിനായി ലിസ്ബണിൽ എത്തുക. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുമായി പങ്കെടുക്കുന്ന വൈദികരും യുവജനങ്ങളും അടങ്ങുന്ന സംഘത്തിന് SMYM ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഫാദർ ജേക്കബ് ചക്കാത്ര, പ്രഥമ പ്രസിഡന്റ് ശ്രീ സിജോ അമ്പാട്ട് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ലക്ഷക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.